പ്രിയ സഹോദര സഹോദരി, നിങ്ങളുടെ മക്കൾക്ക് ഇങ്ങനെ പറയാൻ കഴിയുമോ? ഞാനിങ്ങനെ ജീവിക്കുന്നുവെങ്കിൽ, മൂല്യമുള്ള വ്യക്തിയായി ജീവിക്കുന്നുണ്ടേ എങ്കിൽ, അനുസരണമുള്ളവനായി മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നതായ ഒരു പയ്യനായിരിക്കുന്നുവെങ്കിൽ, ദൈവത്തെ ഞാൻ സ്നേഹിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും കഷ്ടപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരെ ദുഃഖിപ്പിക്കാതെ മറ്റുള്ളവരെ സഹായിക്കുന്ന വ്യക്തിയായി ജീവിക്കുന്നുവെങ്കിൽ അതിന് കാരണം എൻ്റെ മാതാവ് എന്നെ അപ്രകാരം വളർത്തിയതുകൊണ്ടാണ്, എൻ്റെ അപ്പൻ അങ്ങനെ എന്നെ വളർത്തിയതുകൊണ്ടാണെന്ന് പറയുവാൻ കഴിയുമോ? ദാവീദിന് പറയാൻ കഴിയും. തൻ്റെ അവസ്ഥ കാരണം തൻ്റെ വീട്ടുകാർ തന്നെ സ്നേഹിക്കാതിരുന്നതായ സമയത്തും ആ വിഷമങ്ങൾ അനുഭവിച്ചിട്ടും എന്തുകൊണ്ടാണ് സ്നേഹിക്കേണ്ടതായ ആളുകൾ സ്നേഹിക്കാത്തത്? എന്തുകൊണ്ടാണ് കരുണ കാണിക്കേണ്ടതായ, വാത്സല്യം കാണിക്കേണ്ട ആളുകൾ വാത്സല്യം കാണിക്കാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അവനെ മാറ്റി നിർത്തുന്നത്? എന്തുകൊണ്ടാണ് അവനെ തള്ളിക്കളഞ്ഞിരിക്കുന്നത്? ഇവയൊന്നും അറിയാതിരുന്ന സമയത്തും ദാവീദ് അവരോട് അങ്ങനെ പെരുമാറുമായിരുന്നില്ല. തൻ്റെ പിതാവ് എല്ലായ്പ്പോഴും തന്നെക്കൊണ്ട് മാത്രം ജോലി ചെയ്യിക്കുമായിരുന്നു. മറ്റുള്ള സഹോദരന്മാരെയും തന്നെയും വ്യത്യാസമായി കണ്ടുകൊണ്ട്, തന്നെ ഒരു അടിമയായി വേലക്കാരനെ പോലെ കണ്ടുകൊണ്ട്, തന്നെ തള്ളിക്കളയുന്ന രീതിയിൽ പ്രവർത്തിച്ചപ്പോഴും തൻ്റെ മനസ്സിൽ വന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നപ്പോഴും താൻ മറുതലിച്ചൊന്നും സംസാരിക്കുമായിരുന്നില്ല. അമ്മ അതുപോലെയാണ് അവനെ വളർത്തിയത്. അപ്പനോട് ചോദിക്കുവാൻ കഴിയും, അപ്പാ, എന്തിനീ പക്ഷാഭേദം? എന്തിനാണ് ഈ വ്യത്യാസം? എന്തിനാണ് എല്ലായ്പ്പോഴും ഈ രീതിയിൽ എന്നെ തള്ളിക്കളയുന്നത്? ചില സമയത്ത് നമ്മുടെ കുട്ടികളോട് എന്തെങ്കിലും കാര്യം പറയുക, ഏതെങ്കിലും ഒരു പണി പറഞ്ഞ് ചെയ്യുവാൻ പറയുകയാണെങ്കിൽ അവർ മടി കാണിക്കുന്നത് കാണാൻ കഴിയും. 50 രൂപ കൊടുത്തിട്ട് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞാൽ ചിലപ്പോൾ മടി കാണിച്ച് ആ പൈസ വലിച്ചെറിയും. എനിക്കൊരു പണിയുമില്ലെന്നാണോ? ഞാൻ തന്നെ പോകണമോ? ചേട്ടനെ വിടൂ, അല്ലെങ്കിൽ അനുജനെ വിടൂ, അവളെ പറഞ്ഞയക്കൂ, അവളിരുന്ന് TV കാണുകയാണ്. അവളോട് പറയാതെ എന്നോട് മാത്രമാണ് പണി പറയുന്നത്, ഞാൻ ഈ പണി ചെയ്യുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനുസരണക്കേട് കാണിക്കുന്നതായ കുട്ടികളുമില്ലേ? ഒരു നിമിഷം ചിന്തിക്കുക. ഒരുപക്ഷേ, പ്രിയ മകനെ മകളെ, ഒരുപക്ഷേ അന്ന് ദാവീദ് അപ്പൻ കൊടുത്ത 2 സഞ്ചികളും തറയിലെറിഞ്ഞിട്ട് ഇനിയും ഞാനിവിടെ പണിയൊന്നും ചെയ്യില്ല, ഇങ്ങനെ കോപിച്ചുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നുവെങ്കിൽ നിങ്ങൾ വിചാരിക്കുക എന്ത് സംഭവിക്കുമായിരുന്നു? ദാവീദ് ആടുകളെ മേയ്ക്കുന്ന സമയത്ത് അവനെ എവിടേക്ക് അയച്ചു എന്നറിയാമോ? ഒരു ഭക്തൻ എഴുതിയിട്ടുണ്ട്, ദാവീദിനെ എവിടെയാണോ സിംഹങ്ങളുള്ളത്, എവിടെയാണോ കരടികളുള്ളത്, അതുപോലെ ക്രൂരമായ മൃഗങ്ങൾ എവിടെയാണോ ആ പ്രദേശത്തേക്ക് പോയിട്ട് അവിടെ ആടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദിനെ നിർബന്ധിച്ച് അയയ്ക്കുക പതിവായിരുന്നു. എന്തിനാണപ്പാ, എന്തിനാണ് ജ്യേഷ്ഠ ഞാൻ അവിടെ പോയി ആടുകളെ മേയ്ക്കുന്നത്? പറയുകയാണ്, അതേപോലെ നീ അനുസരിച്ചാൽ മതി. അവിടെ തന്നെ പോയി ആടുകളെ മേയ്ക്കേണ്ടിയിരുന്നു. കാരണമറിയാമോ? അവിടെ ക്രൂരമായ മൃഗങ്ങളുണ്ട്. അപകടകാരികളായ വന്യജീവികൾ അവിടെ ഒരുപാടുണ്ട്. അവ ദാവീദിനെ പിടിച്ചു കൊല്ലും, അങ്ങനെയെങ്കിലും ഇവൻ്റെ ശല്യമൊഴിഞ്ഞേക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആടുകളെ മേയ്ക്കുവാൻ അങ്ങനെയുള്ള ഇടത്തേക്ക് അവർ അയക്കുമായിരുന്നു. ഇപ്പോഴാ പ്രദേശത്തേക്ക് ചെല്ലുമ്പോൾ, സിംഹം തൻ്റെ നേരെ വരുമ്പോൾ, അല്ലെങ്കിൽ കരടി നേരെ വരുമ്പോൾ ദാവീദ് എന്തു ചെയ്യണം? രക്ഷപ്പെടേണ്ടതല്ലേ? അവൻ ഓടിപ്പോകേണ്ടതല്ലേ? ആടുകൾക്ക് എന്ത് സംഭവിച്ചാലും എനിക്കെന്താണ്? ഏതെങ്കിലും ഒരു ആടിനെ കൊണ്ടുപോകട്ടെ എന്ന് വിചാരിച്ചുകൂടെ? മറ്റൊരു ഭക്തൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഒരുപക്ഷെ ദാവീദ് അങ്ങനെയൊരു ഉപേക്ഷ കാണിച്ചുകൊണ്ട് സിംഹമോ കരടിയോ ഒരാട്ടിൻകുട്ടിയെയെങ്കിലും കടിച്ചെടുക്കുകയാണെങ്കിൽ വീട്ടിൽ വരുമ്പോൾ സഹോദരന്മാർ അവനെ മാരകമായി ഉപദ്രവിക്കുമായിരുന്നു. എന്താണ് നീ എന്തിനാ ആടിനെ നോക്കാതിരുന്നത്? നീ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദിനെ അവർ അടിക്കുമായിരുന്നു. ഇവയെല്ലാം വാസ്തവമായ കാര്യങ്ങളാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ അതിനുള്ള തെളിവുകളൊന്നുമില്ല. എന്നാൽ ഒരുപാട് വേദപണ്ഡിതന്മാർ അവരെഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച കൈപ്പേറിയ അനുഭവങ്ങളെക്കുറിച്ച് കാണുവാൻ കഴിയും. അവരെഴുതിയിരിക്കുന്നതായ പുസ്തകങ്ങൾ നിങ്ങളോട് ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. ഡോണ്ട് ഗീവ് അപ്പ് എന്ന ഇംഗ്ലീഷ് ബുക്കിൽ ദാവീദിൻ്റെ മാതാവ് അനുഭവിച്ചതായ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. എന്നാൽ ദൈവിക സ്ഥിതിക്ക് എന്തുകൊണ്ടാണ് എൻ്റെ ജ്യേഷ്ഠന്മാർ എന്നെ കൊല്ലുവാനായി പരിശ്രമിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കരഞ്ഞുകൊണ്ടിരുന്നില്ല. പിന്നെ എന്തു ചെയ്തെന്നറിയാമോ? കരടി തൻ്റെ നേരെ വന്നപ്പോൾ അവൻ നേരെ ചെന്ന് കരടിയെ കൊന്നുകളഞ്ഞു. സിംഹം വന്നപ്പോൾ ധൈര്യത്തോടെ ചെന്നിട്ട് സിംഹത്തിനെ അടിച്ചുകൊന്നു. തൻ്റെ ജ്യേഷ്ഠന്മാർ ദാവീദിന് ദോഷം ചെയ്യുവാൻ ഭാവിച്ചപ്പോൾ ദാവീദ് ആ ദോഷത്തെ നന്മയാക്കി മാറ്റുവാനിടയായി. അങ്ങനെ അവൻ സിംഹത്തിനെ അടിച്ചു കൊന്നു,
കരടിയെയും കൊന്നു. ശൗലിന്റെ അരികിലേക്ക് വന്നപ്പോൾ, ഗോലിയാത്തിനെ നിനക്ക് കൊല്ലുവാൻ കഴിയില്ല, ഗോലിയാത്ത് വലിയ ബലവാനാണ് എന്ന് പറഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞതായ ആ സാക്ഷ്യം എന്താണെന്നറിയാമോ? ഗോലിയാത്തിനെ കൊല്ലാൻ കഴിയില്ല എന്ന് നിങ്ങൾ പറയുന്നു, എന്നാൽ എൻ്റെ ദൈവം സിംഹത്തെ കൊല്ലുവാനുള്ള ബലം എനിക്ക് തന്നു, കരടിയെ കൊല്ലുവാനുള്ള ബലം എനിക്ക് തന്നു. അതിൻ്റെ അർത്ഥമെന്താണ് സഹോദരന്മാർ? യോസേഫും അതുതന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ എനിക്ക് ദോഷം ചെയ്യുവാൻ നിരൂപിച്ചു, എന്നാൽ ദൈവം ആ ദോഷത്തെ എനിക്ക് നന്മയ്ക്കായി മാറ്റിയെടുത്തു. സാക്ഷ്യം പറഞ്ഞു. ദാവീദ് സിംഹത്തിൻ്റെയും കരടിയുടെയും കയ്യിലകപ്പെട്ട് കൊല്ലപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരന്മാർ ദോഷം നിരൂപിച്ചു. എന്നാൽ ദാവീദിന്റെ ദൈവം ദാവീദിന് ബലം കൊടുത്തുകൊണ്ട് സിംഹത്തിനെ എങ്ങനെ കൊല്ലണം, കരടിയെ എങ്ങനെ കൊല്ലണം, തന്നെക്കാൾ ബലവാനായ ശത്രുവിനെ എങ്ങനെ കൊല്ലണമെന്ന് പ്രാക്ടീസ് കൊടുക്കുവാനിടയായി. അതേ പ്രാക്ടീസ് തന്നെ ഫെലിസ്ത്യരുടെ പ്രഭുവായിരിക്കുന്നവനായ ഗോലിയാത്തിനെ കൊല്ലുവാനും ഉപയോഗപ്പെട്ടു. നമ്മുടെ മക്കളെ അനുസരിക്കുന്നതായ മക്കളാക്കി വളർത്തുക. ചെറുപ്പം മുതലേ ദൈവത്തെ സ്നേഹിക്കുന്നവരാക്കി, ദൈവത്തെ അനുസരിക്കുന്ന മക്കളാക്കി, അധ്വാനശീലമുള്ളവരാക്കി, അനുസരണശീലമുള്ളവരാക്കി, ദൈവത്തിന് പ്രയോജനമുള്ളവരാക്കി മക്കളെ വളർത്തിയാൽ എത്ര നല്ലതാണ്. അതിനുള്ള കൃപ ഓരോ മാതാവിനും പിതാവിനും ദൈവം കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, ദാവീദിന്റെ ജീവിതത്തിൽ നടന്നതായ ചില സംഭവങ്ങളും അതിൻ്റെ പിന്നിലുണ്ടായിരുന്നതായ കാരണങ്ങൾ എന്തൊക്കെയാണെന്നും കർത്താവേ ഈ ദിവസം കർത്താവേ ഞങ്ങൾ കേട്ടല്ലോ. ദാവീദിന്റെ മാതാവിന്റെ ജീവിതത്തിൽ നടന്നതായ സംഭവങ്ങൾ എത്രത്തോളം വാസ്തവമാണെന്ന് ഞങ്ങൾക്കറിയുകയില്ല. എന്നാൽ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായ വചനങ്ങൾ, അതുപോലെ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നതായ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ അതിൽ സാമ്യത കാണുന്നുണ്ട്. എന്തുതന്നെയാണെങ്കിലും ഒരു കാര്യം വളരെ സത്യമാണ്. ദാവീദ് ഒരുപാട് ഒറ്റപ്പെടൽ അനുഭവിച്ചു. ദാവീദിനെ തൻ്റെ കുടുംബത്തിൽ തള്ളിക്കളയാനിടയായി. ദാവീദ് ഒരു അടിമയെപ്പോലെ, ഒരു വേലക്കാരനെപ്പോലെ തൻ്റെ കുടുംബത്തിലായിരുന്നു. അത് സത്യമാണ്. ആ ഇളയവൻ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ മാറ്റി നിർത്തിയതല്ലാതെ, ആട്ടിടയനാണ് എന്ന് പറഞ്ഞ് ആടുകളുടെ അടുക്കിലേക്ക് വിട്ടതല്ലാതെ, അവൻ്റെ അപ്പൻ പോലും അവനൊരു വലിയവനാകും, രാജാവാകുമെന്ന് നിരൂപിച്ചിരുന്നില്ല. എന്നാൽ ദൈവമേ, നീ ആഗ്രഹിച്ചല്ലോ, അമ്മ മറന്നാലും അപ്പൻ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ലെന്ന് പറഞ്ഞതായ ദൈവമാണല്ലോ നീ. ദൈവമേ, നീ മാത്രം ദാവീദിനെ മറന്നുപോയില്ലല്ലോ. ഇതാ ഈ സമയത്ത് ഞങ്ങളുടെ ഇടയിൽ ആരാണോ ദാവീദിനെ പോലെ നിന്നയിൽ കൂടി, ഒറ്റപ്പെടലിൽ കൂടി, അപമാനത്തിൽ കൂടി കടന്നുപോകുന്നത്, അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും അനുസരണശീലമുള്ളവരായി ജീവിക്കുകയും ചെയ്യുന്നത്, നല്ല മനസ്സുള്ളവരായി ജീവിക്കുന്നത്, അങ്ങനെയുള്ള ആളുകളെ നീ ദർശിക്കണമേ. അവരോട് മനസ്സലിവ് കാണിക്കണമേ. അവർക്ക് നല്ല ദിവസങ്ങൾ വരാൻ പോകുന്നു. നിന്റെ ഹിതപ്രകാരം സത്യസന്ധതയോടെ ജീവിക്കുന്ന ആളുകൾക്ക് നന്മ കൊടുക്കുന്ന ദൈവമാണോ? അങ്ങനെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ.